കടുത്തതോടെ നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ച പാലരുവി വെള്ളച്ചാട്ടം അടച്ചു. ഇന്നു മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ പാലരുവി വെള്ളച്ചാട്ടം കാണാൻ വിനോദസഞ്ചാരികൾക്ക് അനുമതി ഉണ്ടാകില്ലെന്ന് തെന്മല DFO ഷാനവാസ് അറിയിച്ചു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വനത്തിനുള്ളിലും വേനൽ കടുത്തതാണ് ഇക്കുറി സീസൺ സമയത്ത് തന്നെ പാലരുവി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചിടേണ്ടി വന്നിരിക്കുന്നത്. സ്കൂൾ അവധിക്കാലമായതിനാൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ട സമയമാണിപ്പോൾ. നീരൊഴുക്ക് ഏതാണ്ട് പൂർണ്ണമായും നിലച്ചതോടെയാണ് വെള്ളച്ചാട്ടം അടച്ചിടാൻ അധികൃതർ നിർബന്ധിതരായത്. വേനൽ കടുത്തതോടെ നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാലാണ് ബഹുമാനപ്പെട്ട തെന്മല ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പാലരുവി വെള്ളച്ചാട്ടത്തിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ പാലരുവിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. മഴ ശക്തമായി ലഭിക്കുന്ന മുറയ്ക്ക് ജലപാതം ശക്തി പ്രാപിക്കുന്നതോടുകൂടി മേലധികാരത്തിനുള്ള നിർദ്ദേശമനുസരിച്ച് പാലരുവി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതാണ്. സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചതറിയാതെ തമിഴ്നാട്ടിൽ നിന്നുമടക്കം വിനോദസഞ്ചാരികൾ ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നുണ്ട്. വേഗത്തിൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അധികൃതർക്കുള്ളത്. മഴ വൈകിയാൽ പാലരുവി വെള്ളച്ചാട്ടത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകൾക്ക് ഇത് പ്രതിസന്ധി സൃഷ്ടിക്കും. നീരൊഴുക്ക് നിലച്ചതോടെ പാലരുവി വെള്ളച്ചാട്ടം അധികൃതർ അടച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇക്കുറി വേനൽ നേരത്തെ ആയതാണ് വനം വകുപ്പിനും വിനോദസഞ്ചാരികൾക്കും തിരിച്ചടിയായിരിക്കുന്നത്. ചന്തു ഏരൂരിനോടൊപ്പം സനൽകുമാർ, നാട്ടുവാർത്ത.